മഹത്വമുണ്ടായിരിക്കട്ടെ. സ്ലീഹ നോമ്പിൻ്റെ കാലയളവിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. സഭ സ്ലീഹ നോമ്പിന് വളരെ പ്രാധാന്യം നൽകുന്നു. ഈ കാലയളവിൽ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെയും യേശു കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ മഹാനിയോഗം ശിരസാ വഹിച്ച് സുവിശേഷത്തിന് വേണ്ടി ജീവനർപ്പിച്ച അപ്പോസ്തലന്മാരുടെ ജീവിതത്തെ ഓർക്കുകയും സ്ലീഹന്മാരുടെ സുവിശേഷ തീക്ഷ്ണതയും വിശ്വാസ സ്ഥിരതയും സഭാമക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്ലീഹ നോമ്പിൻ്റെ 8-ാം ദിവസം നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ആകുന്നു. 23-ാമത്തെ വാക്യം: പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഈ ഭാഗത്തു നിന്ന് 3 ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ഒന്നാമതായി, സ്വയം വെറുമയായി തീരേണ്ട ക്രിസ്തീയ ശുശ്രൂഷ. ധാരാളം ആളുകൾ യേശു കർത്താവിനെ അനുഗമിച്ചു. ക്രിസ്തു ശിഷ്യരായാൽ അനുഗ്രഹങ്ങളും പദവികളും ഉണ്ടാകുമെന്ന ധാരണ യേശു കർത്താവ് ഇവിടെ തിരുത്തുകയാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിനെ പത്രോസ് ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നുണ്ട്. ഈ ഏറ്റുപറച്ചിൽ പലരുടെയും മനസ്സിൽ നേട്ടങ്ങളുടെ വഴിയിലാണ് തങ്ങളെന്ന ബോധം ഉണ്ടായി. എന്നാൽ യേശു കർത്താവ് ഈ ധാരണ എല്ലാം ഇല്ലാതെയാക്കുന്നു. 23-ാമത്തെ വാക്യത്തിൽ തന്നെത്താൻ ത്യജിച്ചു വേണം ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ എന്ന് പറയുന്നുണ്ട്. ദൈവികതയിൽ ഇരിക്കെ സ്വയം ദാസനായി മനുഷ്യവേഷത്തിൽ ഈ ഭൂമിയിൽ വന്ന് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായി ദൈവിക ശുശ്രൂഷ ചെയ്ത യേശു കർത്താവ് ക്രിസ്താനുകാരികളായ നമ്മിൽ ഉണ്ടായിരിക്കേണ്ടത് ഈ ഭാവമാണ്. പ്രിയമുള്ളവരെ, ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ ദൈവം നമ്മെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. രണ്ടാമതായി, ക്രൂശിനെ വഹിച്ചുള്ള ക്രിസ്തീയ ശുശ്രൂഷ. ക്രൂശ് വഹിപ്പാനാണ് യേശു ശിഷ്യന്മാരെ വിളിക്കുന്നത്. തന്നെത്താൻ ത്യജിക്കുമ്പോഴേ ക്രൂശിനെ വഹിക്കുവാനുള്ള കരുത്ത് ലഭിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്നേഹവും മനുഷ്യൻ്റെ പാപവും ഒന്നിക്കുന്ന വേദിയാണ് കുരിശ്. യേശു കർത്താവിൻ്റെ കുരിശ് ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. ക്രിസ്തു ശിഷ്യർ സ്വയം പരിത്യജിച്ച് കുരിശ് വഹിക്കുവാൻ തയ്യാറാകണം. മനുഷ്യൻ്റെ കുരിശ് ദൈവസ്നേഹത്തിൻ്റെ അടയാളമായില്ലെങ്കിൽ കുരിശിന് യാതൊരു അർത്ഥവുമില്ല. പാപിയായ മനുഷ്യനെയും സ്നേഹസ്വരൂപനായ ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ധർമ്മമാണ് കുരിശ് ചെയ്യുന്നത്. യേശു കർത്താവ് ക്രൂശിൽ സ്വയം യാഗമായി തീർന്നതിനാലാണ് ദൈവിക രക്ഷ ക്രൂശിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധ്യമായി തീർന്നത്. ഈ കുരിശ് വഹിക്കുവാനുള്ള ആഹ്വാനമാണ് യേശു കർത്താവ് നമുക്ക് നൽകുന്നത്. സഹനവും വേദനയും ഈ കുരിശിൽ ഉണ്ടാകും. ഇരുട്ടിൻ്റെ അനുഭവത്തിൽ കഴിയാതെ ജീവിത ദുഃഖത്തിൻ്റെ താഴ്വരയിൽ നിൽക്കുമ്പോൾ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ആ വേദനകളും നൊമ്പരങ്ങളും ഓർത്ത് നമ്മുടെ കഷ്ടങ്ങളിൽ ആശ്വാസം നേടുവാൻ സാധിക്കണം. മൂന്നാമതായിട്ട്, ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ക്രിസ്തീയ ശുശ്രൂഷ. അനുധാവനം ക്രിസ്തീയ സാക്ഷ്യത്തിലൂടെയാണ് സാധ്യമാകുന്നത്. ദൈവവചനത്തെ ലോകത്തിനു മുമ്പിൽ ലജ്ജകൂടാതെ സാക്ഷീകരിക്കുവാൻ സാധിക്കണം. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജ ഇല്ലാതെയായിരിക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ലോകത്തിൻ്റെ മുമ്പിൽ വചനത്തെക്കുറിച്ച് ലജ്ജിതരായാൽ ക്രിസ്തീയ ജീവിതം കൊണ്ട് ഒരു അർത്ഥവും ഉണ്ടാകുകയില്ല. വചനം വെളിച്ചമാണ്. ക്രിസ്തീയ ജീവിതം പ്രകാശപൂരിതമാകണമെങ്കിൽ ദൈവവചനത്തെ ലോകത്തിനു മുമ്പിൽ സാക്ഷിക്കുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ,
മെഴുകുതിരി അതിൻ്റെ അവസാന വെളിച്ചവും പകർന്നു നൽകിയിട്ടാണ് ഉരുകിത്തീരുന്നത്. ക്രിസ്തു ശിഷ്യരായിരിക്കുമ്പോൾ സ്വയം ത്യജിക്കപ്പെടുമ്പോഴും സ്വയം തകർക്കപ്പെടുമ്പോഴും ആ തകർക്കപ്പെടൽ ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് നാം സ്വയം ശോധന ചെയ്യണം. സ്വയം വെറുമയായി ക്രൂശിനെ വഹിച്ച് യേശു കർത്താവിനെ സാക്ഷീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൗത്യത്തിനായി നിയോഗിക്കുന്ന ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. വിശ്വസ്തദാസരായി സ്വയം ത്യജിച്ച് ക്രൂശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ആമേൻ.